കുറേ നാൾക്ക് ശേഷമായിട്ടോ ഒരു ലീവ് കിട്ടുന്നത്. അതുകൊണ്ട് ഇന്നെനിക്ക് ഒരുപാട് പണികളുള്ള ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി വരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളതായിരുന്നേ. ഉറക്കമൊക്കെ കഴിഞ്ഞ് ജനലൊക്കെ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ചൂട് നല്ല പഠിത്തത്തിലാട്ടോ. പഠിത്തത്തിൻ്റെ എല്ലാ ലക്ഷണവും എൻ്റെ വീട് നിറച്ച് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഹോളിലെ ജനലൊക്കെ വന്ന് തുറന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ അന്തം വിട്ടുപോയിട്ടോ. എന്തൊരു കാടാന്നറിയാമോ ചുറ്റിനും കയറിയേക്കുന്നത്. പല്ലോരും തേക്കാതെ ആദ്യം അടുക്കളയിലോട്ടാട്ടോ കയറിയത്. അടുക്കളയുടെ അവസ്ഥ എന്താണെന്നറിയണ്ടേ, അത് നോക്കാനായിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ അടുക്കളയുടെ അവസ്ഥ. അതുകൊണ്ട് രാവിലെ എന്ത് കാപ്പി ഉണ്ടാക്കണമെന്ന് ചിന്തയിലായിരുന്നു കേട്ടോ നിന്നത്. അപ്പോഴാണ് കേട്ടോ കുറേ സവാള കിടക്കുന്നത് കണ്ടത്. ഈ ചാക്ക് നിറച്ച് ഞങ്ങളുടെ 3 പേരും ചെരുപ്പാട്ടോ. ഇന്നലെ അവിടെ കിടന്ന് 4 കിലോ സവാള 100 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 4 കിലോ സവാള ഇങ്ങനെ മേടിച്ചേട്ടോ. രാവിലെ കഴിക്കാൻ ചപ്പാത്തി മുട്ടക്കറി ആട്ടോ വെക്കുന്നത്. അതിന് ആദ്യമേ മുട്ട വെള്ളത്തിൽ ഇട്ട് നല്ല തിളപ്പിക്കാൻ അങ്ങ് വെച്ചേ. പിന്നെ അതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കുക. എനിക്ക് അവൾക്ക് മാത്രം ഉള്ളതുകൊണ്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവും കുഴച്ച് വെച്ചു. പിന്നെ കുറച്ച് ബീട്രൂട്ടൊക്കെ അരച്ചിട്ട് നേരെ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. കുറച്ച് തുണി വിരിക്കാനുള്ളതുകൊണ്ട് ആദ്യമേ ഞാൻ ടെറസിന്റെ മണ്ടയിലോട്ടോ കയറിയത്. അപ്പോഴാണ് കാണുന്നതോ ടെറസിന്റെ മണ്ട നിറച്ച് ചപ്പും ചവറ്. പിന്നെ മിറ്റമൊക്കെ തൂത്തിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ചോറിനാനായിട്ട് ഇരുന്നേ. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ്, മീൻകറി, ചീനി, മീൻ പൊരിച്ചത്, തോരന്, മോര്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി.